Hey everyone, welcome back to the final session of our Mega Prenet Mock Questions 7B. Okay, ഒന്നാമത്തെ അല്ല 81st question നോക്കാം. Who wrote Take Up the White Man's Burden, sent for the Bessier breed in order to inspire Western Europeans to propagate benevolent, enlightened colonialism? Western people നോട് വളരെ ബെനിവലന്റ് ആയിട്ടുള്ള ഉദാരമതിയായിട്ടുള്ള വളരെ ഉദാരശീലമായിട്ടുള്ള എൻലൈറ്റൻഡ് ആയിട്ടുള്ള കൊളോണിയലിസം നിങ്ങൾ എല്ലായിടത്തും പടർത്തൂ എന്നൊക്കെ ആരാണ് പറയുന്നത്? നിങ്ങൾ വൈറ്റ് മാൻസ് ബർഡൻ എടുക്കൂ ആൻഡ് സെൻഡ് ഫോർ ദ ബെസ്റ്റ് ബ്രീഡ് എന്നൊക്കെ ആരാണ് ആവശ്യപ്പെടുന്നത്? ചാൾസ് ബോഡ്ലിയർ, വില്യം ബട്ട്ലർ യീറ്റ്സ്, റഡ്യാർഡ് കിപ്ലിംഗ്, നെപ്പോളിയൻ ട്രീ. ഒരു സംശയം വേണ്ട, വൈറ്റ് മാൻസ് ബർഡൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ കുറിച്ച് കുറച്ച് കാലമായി നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ടല്ലേ. റഡ്യാർഡ് കിപ്ലിംഗിനെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. വൈറ്റ് മാൻസ് ബർഡനെ കുറിച്ച് നിങ്ങൾ എന്തെല്ലാം ഓർത്തിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. സോ അതിലെ ആ ഒരു വർക്കിലെ ലൈൻസുകൾ എടുത്തുകൊണ്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ഏതെങ്കിലും ഒരു തരത്തിൽ ചോദിക്കുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ കോണ്ടെക്സ്റ്റ് ചോദിച്ചിട്ടുണ്ട്. അത് എന്തിനെ കുറിച്ചാണ്? ഫിലിപ്പിൻ അമേരിക്കൻ വാറിനെ കുറിച്ചാണ്. ഈ ഒരു കാര്യം ഒരുപക്ഷെ അധികം ആരും നോട്ടീസ് ചെയ്യില്ല. അത് 1899 to 1902 വന്നിട്ടുണ്ടായിരുന്ന ഫിലിപ്പിൻ അമേരിക്കൻ വാറിനെ കുറിച്ചാണ്. ആ വാറിനെ കുറിച്ച് ഏതൊരു സമയം ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ദർ എക്സോർട്സ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അസ്യൂം കൊളോണിയൽ കൺട്രോൾ. ഓക്കെ, കൊളോണിയൽ കൺട്രോൾ നേടാൻ വേണ്ടിയിട്ട് US ആഹ്വാനം ചെയ്യാണ് ഫിലിപ്പീൻസിന് എതിരെ നിങ്ങൾ you guys have to assume colonial control. And ഇത് അന്നത്തെ ക്വീൻ വിക്ടോറിയയുടെ ഡയമണ്ട് ജൂബിലി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു ജിങ്കോയിസ്റ്റിക് പോയം കൂടിയാണ്. ജിങ്കോയിസ്റ്റിക് പോയം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു നാഷണലിസ്റ്റിക് ആയിട്ടുള്ള സെന്റിമെന്റ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പോമാണ്. ആൻഡ് ഇറ്റ്സ് ഓൾസോ എ പോം അബൌട്ട് ദ എംപയർ. ഓക്കെ, സോ അതാണ് പിന്നീട് ആ ഒരു അമേരിക്കയുടെ ആനക്സേഷനും ഫിലിപ്പീൻ ഐലൻഡ്സിന്റെ ആ ഒരു കൊളോണൈസേഷനും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എന്താന്ന് പറയാ, ഒരു കുറച്ച് എൻകറേജ്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Wilfrid Owen's war poem Dulce et Decorum Est ends with which of the following Latin phrases? Pax Romana, Veni Vidi Vici, Del Bellorum Pro Patria Mori. ശരിയുത്തരം എന്താണ്? ശരിയുത്തരം, the right answer is not, Pax Romana. പാക്സ് റൊമാന എന്ന് പറയുന്ന ലൈനോട് കൂടിയാണ് ഇദ്ദേഹത്തിന്റെ ഡൽസെ എറ്റ് ഡെക്കോറം എസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ നോവലിന്റെ എൻഡിങ് വരുന്നത്. ഓക്കെ, അപ്പൊ ആ എൻഡിങ്ങിന്റെ പാക്സ് റൊമാന എന്ന് പറഞ്ഞാൽ എന്താണ്? റോമൻ പീസ്, നമുക്കറിയായിരിക്കും. ഓക്കെ, ഇത് ഭയങ്കര ഫേമസ് ആയിരുന്നു. ഈ പാക്സ് റൊമാന ഒരുപക്ഷെ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുള്ളത് ഒരുപക്ഷെ ബ്രിട്ടനിലെ റോമൻ ഒക്യുപ്പേഷൻ വരുന്ന സമയത്ത് ഈ ടേം ഭയങ്കര ഫേമസ് ആയിരുന്നു. റോമൻ പീസ് വാസ് റിയലി ഹൈലൈറ്റഡ് റൈറ്റ് ദെയർ. Okay, so and it actually means it is sweet and right. അപ്പൊ അതിന്റെ ഒരു കംപ്ലീറ്റ് എൻഡിങ് വരുന്നത് Dulce et decorum est pro patria mori, it is sweet and right to die for your country എന്നുള്ളതാണ്. പാക്സ് റൊമാന എന്ന് പറയുന്ന റോമൻ പീസ് ഞാൻ കേട്ടിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് സ്വീറ്റ് ആൻഡ് റൈറ്റ് ടു ഡൈ ഫോർ യുവർ കൺട്രി എന്നുള്ളതാണ് ഇവിടെ ആക്ച്വലി Dulce et decorum est, it is sweet and right to die for your country എന്നുള്ളതാണ് ഇവിടെ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് വ്ളാഡിമിർ നബക്കോവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണോ? അല്ല. Between 1890 and 1919, which of the following was a preoccupation of Western European literature? 1890ക്കും 1919നും ഇടയിൽ കാര്യമായിട്ട് വെസ്റ്റേൺ യൂറോപ്യൻ ലിറ്ററേച്ചർ എന്തിനെ കുറിച്ചായിരുന്നു? സെക്ഷൽ മോറൽസ്, ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി റാഷണൽ, ബൂർഷ്വാ സെൻസിബിലിറ്റി, ഓൾ ഓഫ് ദ അബവ്. ശരി ഉത്തരം ഏതാണ്? ഓൾ ഓഫ് ദ അബവ് അല്ലെ? എല്ലാം ഇതിൽ പ്രധാന പ്രമേയമായിട്ട് വരുന്നുണ്ട്. ചുമ്മാ കയറിയ ആൾ ഓഫ് ദ അബവ് കൊടുക്കരുത്. നമുക്ക് അതിന്റെ വ്യക്തമായിട്ടുള്ള റൈറ്റേഴ്സും അവരുടെ പ്രധാനപ്പെട്ട എന്താ പറയുക ആറ്റിറ്റ്യൂഡ്സുകളും അവരുടെ ടോക്സുകളൊക്കെ ഇത് കാരണമായിട്ടായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓൾ ഓഫ് ദ അബവ് കയറി കൊടുക്കുന്നത്. അടുത്തത്, which novelist is not commonly thought of as producing post-colonial work? ആരാണ് ഇതിൽ പോസ്റ്റ് കൊളോണിയൽ വർക്ക് കൊണ്ടുവരാത്തത്? ആരാണ്? അരുന്ധതി റോയ്. ഷീ ഈസ് ഡെഫിനറ്റ്ലി a post-colonial writer. സൽമാൻ റഷ്ദി definitely yes. ഷീമസ് ഹീനി. ബിയോവോൾഫിന്റെ ഇലക്ട്രോണിക് ട്രാൻസ്ലേഷൻ ആരാണ് ചെയ്തിരിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഷീമസ് ഹീനിയാണ്. വ്ളാഡിമിർ നബക്കോവ് ആണ് ഇതിൽ പെടാത്ത ആള്. ഷീമസ് ഹീനിയൊക്കെ പോസ്റ്റ് കൊളോണിയൽ റൈറ്റിംഗ്സ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പൊ വ്ളാഡിമിർ നബക്കോവ് ഇദ്ദേഹം ഇതിൽ പെടുന്നില്ല. അദ്ദേഹം എന്ത് എഴുതിയിട്ടുള്ള റൈറ്റർ ആണ്? ലോലിറ്റ, 1955 വർക്കാണ് അല്ലെ? റൈറ്റ്. സോ മറ്റ് വർക്കുകൾ നമ്മൾ നിരന്തരമായിട്ട് ഡിസ്കസ് ചെയ്ത പെയിൽ ഫയർ അല്ലെ, 1962 വർക്ക്.
ആൻഡ് മറ്റൊരു പ്രധാനപ്പെട്ട നോവൽ ADA, മറ്റൊരു വർക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള വർക്കുകളും വ്ളാഡിമിർ നബക്കോവും ഓർത്തു വയ്ക്കാം. അടുത്തത്, the 20th century has been less kind to his memory. Alright, ആരെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. T.S. Eliot found his imagery distracting and considered his work not serious poetry, but it was another critic who accused him of callousness to the intrinsic nature of English. നിങ്ങൾ ഇംഗ്ലീഷിന്റെ ആ ഒരു ഇൻട്രൻസിക് നേച്ചറിന്റെ ഒരു കാലസ്നെസ് ഉള്ളതായിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങൾ എഴുതുന്ന ഭയങ്കര സീരിയസ് പോയട്രികളെന്ന് T.S. എലിയറ്റും പറഞ്ഞു. മറ്റൊരാൾ ഇദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെയും ഭയങ്കര കുറ്റപ്പെടുത്തി. ആരെയാണ് ഈ നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? F.R. Lewis, Harold Bloom, William Empson, Mariella Frostrup. ആരെ കുറിച്ച് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? F.R. ലീവിസിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ലീവിസ് ഒരുപാട് ക്രിട്ടിക്കൽ വർക്ക്സുകളൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അത്രയ്ക്ക് വലിയ സംഭവം പോയട്രി നിങ്ങൾ എഴുതുന്നതും T.S. എലിയറ്റ് പറയുകയും ചെയ്തു. നിങ്ങൾ ഇംഗ്ലീഷിന്റെ നേച്ചറിന് ഒരു കാലസ്നെസ് ആണെന്ന് വരെ മറ്റൊരാൾ കുറ്റം പറയുകയും ചെയ്തു. അപ്പൊ അദ്ദേഹം എഴുതിയിട്ടുള്ള ഗ്രേറ്റ് വർക്ക്സുകൾ ഏതൊക്കെയാ? ദി ഗ്രേറ്റ് ട്രഡിഷൻ, റിവാലുവേഷൻ, കോമൺ പെർസ്യൂട്ട്, ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള വർക്കുകളാണ്, മറക്കണ്ട. അടുത്തത്, in his Anatomy of Melancholy, Robert Burton proposes the following two principal kinds. ഏതെല്ലാം പ്രിൻസിപ്പൽ കൈൻഡ്സ് ആണ്? ലവ്, ഡെത്ത്, സ്പിരിച്വൽ, റിലീജിയസ്. ശരി, ഉത്തരം ഏതാണ്? അദ്ദേഹം പ്രപ്പോസ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ഫസ്റ്റ് വൺ ലവ്, പിന്നെ റിലീജിയസ്, ലവും റിലീജിയസും ആയിട്ടുള്ള പ്രപ്പോസസ് ആണ് ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. 1 and 4, which means option C is the right one. Alright, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Listed below are some English journals widely read by professionals. Screen, Critical Quarterly, Review of English, was actually one of the above founded by C.B. Cox and now being edited by Colin McCabe. Carries not only critical and scholarly essays in English studies, but reviews film, culture, language and contemporary political issues. ആ ജേർണൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അതായത് താഴെ തന്നിരിക്കുന്ന കുറച്ച് ജേർണൽസ് ഉണ്ട്. These are widely read by professionals like Screen, Critical Quarterly, Review of English, Pasapri. അതിൽ പെടുന്ന ഒന്ന് C.B. കോക്സ് ആണ് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ എഡിറ്റ് ചെയ്തിരിക്കുന്നത് കോളിൻ മക്കാബെ ആണ്. ആൻഡ് അതിൽ ക്രിറ്റിക്കൽ ആൻഡ് സ്കോളർലി എസ്സേസ് മാത്രമല്ല, പക്ഷേ അത് ഫിലിം, കൾച്ചർ, ലാംഗ്വേജ്, കണ്ടംപററി പൊളിറ്റിക്കൽ ഇഷ്യൂസ്, ഇതെല്ലാം റിവ്യൂ ചെയ്യുന്നതും കൂടെ ഉണ്ട്. അപ്പൊ ഏതിനെ കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ക്രിറ്റിക്കൽ ക്വാർട്ടർലിയെ കുറിച്ചാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിറ്റിക്കൽ ക്വാർട്ടർലി അതൊരു പിയർ റിവ്യൂഡ് ജേർണൽ ആണ്. ആൻഡ് ഇറ്റ്സ് ആക്ച്വലി പബ്ലിഷ്ഡ് ബൈ വൈലി. ആൻഡ് എഡിറ്റർ ഇൻ ചീഫ് ആരാണ്? കോളിൻ മക്കാബെ. ഓക്കെ, കുറച്ച് കണ്ടംപററി ആയിട്ടുള്ള പബ്ലിഷിംഗ് ജേർണൽസിനായിട്ട് ഒരു ബന്ധം നമുക്ക് വേണം. പിന്നെ 88, which of the following arrangements is in the correct chronological sequence? കറക്റ്റ് ക്രോണോളജിക്കൽ സീക്വൻസ് നോക്കാം. ആരംഭനത് ഏതാണ്? ഇത് ആരുടെ വർക്കാണ്? ബേസിക്കലി ദ കാസിൽ ഓഫ് ഒട്രാൻഡോ. കാസിൽ ഓഫ് ഒട്രാൻഡോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെ ഓർക്കണം? കാസിൽ ഓഫ് ഒട്രാൻഡോ, കാസിൽ എന്ന് പറഞ്ഞാൽ പാലസ്. പക്ഷേ കാസിൽ ഓഫ് ഒട്രാൻഡോ ആരുടെയാണ്? ഹൊറേസ് വാൾപോൾ, ഗോത്തിക് ലിറ്ററേച്ചറിന്റെ അധികായൻ ആയിട്ടുള്ള ഹൊറേസ് വാൾപോളിന്റെയാണ്. 1764 അദ്ദേഹത്തിന്റെ വർക്ക്. അപ്പോൾ കാസിൽ ഓഫ് ഒട്രാൻഡോ ആക്ച്വലി 1764 വരുന്നത്. ഓക്കെ, സോ 1764. പിന്നെ അടുത്ത വർക്ക് നോക്കാം. മിസ്റ്ററീസ് ഓഫ് ഉഡോൾഫോ. മിസ്റ്ററീസ് ഓഫ് ഉഡോൾഫോ ആരുടെ വർക്കാണ്? ഇതും അത്യാവശ്യം കേട്ടിട്ടുള്ള വർക്കാണ്. അത് ആൻ റാഡ്ക്ലിഫിന്റെ ഗോത്തിക് വർക്കാണ് അല്ലെ? അത് ഏത് വർഷമാണ്? 1794 ആണ്. ഓക്കെ, കുറച്ച് വർഷം ഇപ്പുറത്തോട്ടാണ്. മറ്റ് മെൻഷൻ ചെയ്തിരിക്കുന്ന ഏതൊക്കെയാണ്? ദ മോങ്ക്. ദ മോങ്ക് എന്ന് പറയുന്നത് ആരുടെ വർക്കാണ്? ദ മോങ്ക് എന്ന് പറയുന്ന ചില വർക്കുകളൊക്കെ നമുക്ക്, ദ മോങ്ക് എന്ന് പറയുന്നത് ഏത് റൈറ്ററിന്റെ വർക്കാണ്? മോങ്ക് എന്ന് പറയുന്ന പേരിൽ ഒരുപാട് ഗോത്തിക് നോവൽസ് ഉണ്ട്, പക്ഷെ ഇത് മാത്യു ഗ്രിഗറി ലൂയിസിന്റെ വർക്കാണ്. അത് 1796 ഓക്കെ, അടുത്തത് മെൽമോത്ത് ദ വാൻഡറർ. അപ്പൊ കുറച്ച് ഗോത്തിക് വർക്ക്സിന്റെ ഒരു കളക്ഷന്റെ ക്രോണോളജി വെച്ചാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? മെൽമോത്ത് ദ വാൻഡറർ. മെൽമോത്ത് ദ വാൻഡറർ അത് ഏത് റൈറ്ററിന്റെ വർക്കാണ്? ചാൾസ് മെച്യൂറിന്റെ വർക്കാണ്. പക്ഷെ അത് ഏത് വർഷമാണ് എഴുതിയിരിക്കുന്നത്? 1820 വർക്കാണ്. അപ്പൊ നോക്കൂ, റൈറ്റ് ക്രോണോളജിക്കൽ സീക്വൻസ് നമുക്ക് കിട്ടി. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓൾറൈറ്റ്, ഇത്രയേ ഉള്ളൂ 88 കുറിച്ച്. അടുത്തത് which of the following statements is not true of Foucault's position in history of sexuality? ഹിസ്റ്ററി ഓഫ് സെക്സ്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഫുക്കോ പറഞ്ഞതുമായിട്ട് അഗ്രി ചെയ്യാത്ത കാര്യം എന്താണ്? മോഡേൺ സെക്സ്വാലിറ്റി ഇസ് പ്രൊഡ്യൂസ് ത്രൂ ആൻഡ് ആസ് ഡിസ്കോഴ്സ്. ഡിസ്കോഴ്സ് ആയിട്ടും ഡിസ്കോഴ്സിലൂടെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്.
Proliferation of modern discourse of sexuality is more striking than their suppression. അതിന്റെ proliferation, അതിന്റെ ഭംഗപ്പെടുത്തൽ എന്താണ്? അതിനെ സപ്രസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സ്ട്രൈക്കിംഗ് ആണ്. To write historically and sexually involves increasingly direct, immediate knowledge of understanding of an unchanging sexual essence. അപ്പോൾ ഹിസ്റ്റോറിക്കലി നമ്മൾ സെക്ഷുവാലിറ്റിയെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ ഇൻക്രീസിംഗ്ലി ഡയറക്റ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് നോളജ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് എൻ അൺചേഞ്ചിങ് സെക്ഷൽ അസിസ്റ്റൻസ് ആണെന്ന് പറയുന്നു. പിന്നെ മോഡേൺ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇന്റിമേറ്റ്ലി എൻടാങ്കിൾ വിത്ത് ഹിസ്റ്റോറിക്കലി ഡിസ്റ്റിങ്റ്റീവ് കോണ്ടെക്സ്റ്റ് ആൻഡ് സ്ട്രക്ചേഴ്സ് നൗ കോൾഡ് നോളജ്. അത് എന്തുമായിട്ട് ഇന്റിമേറ്റ്ലി കെട്ടുപിണഞ്ഞ് കിടക്കുന്നതാണ്? വളരെ ഹിസ്റ്റോറിക്കലി പ്രത്യേകതയുള്ള കോണ്ടെക്സ്റ്റുകളും ആൻഡ് സ്ട്രക്ചേഴ്സുമായിട്ട്. അത് ഇപ്പോഴും നമ്മൾ അതിനെ എന്താണ് വിളിക്കുന്നത്? നോളജ് എന്നാണ് വിളിക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ കിളി പോകുന്നതായിട്ടാണോ? അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്താണ്? സി ആണ്. To write historically about sexuality involves increasingly direct, immediate knowledge or understanding of an unchanging sexual essence എന്ന് പറയുന്നത് ഇത് ഇദ്ദേഹത്തിന്റെ ആ ഒരു യുനോ ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റിയെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ പ്രപ്പോസിഷൻസിൽ വരുന്ന ഒരു കാര്യമേ അല്ല. ഓക്കെ, അടുത്തത് choice of linguistic forms in using a language or how a language is actually spoken or written, especially one that differs from its prescribed grammar, is called എന്താണ് പറയുന്നത്? യൂസേജ് എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ഇറ്റ്സ് ആക്ച്വലി ചോയ്സ് ഓഫ് ലിംഗ്വിസ്റ്റിക് ഫോം ഇൻ യൂസിങ് എ ലാംഗ്വേജ്. ആൻഡ് എങ്ങനെയാണ് ഒരു ലാംഗ്വേജ് യൂസ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഇത് എഴുതിയിരിക്കുന്നത്, എസ്പെഷ്യലി അതൊരു പ്രിസ്ക്രൈബ്ഡ് ഗ്രാമറിൽ നിന്ന് ഡിഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ യൂസേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, യൂസേജ് ആണ് ശരി ഉത്തരം. അടുത്തത് Tolstoy's War and Peace carries a lengthy discussion of determinism and free will in എവിടെയാണ് അത് കാണിക്കുന്നത്? Its prologue, an exchange between Pierre and Natasha, an exchange between Nikolai Rostov and Princess Bezukhov. പിന്നെ അതിന്റെ എപ്പിലോഗിലും അതിന്റെ കൺക്ലൂഷൻ ഭാഗത്ത് എപ്പിലോഗിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വാർ ആൻഡ് പീസ് ഒക്കെ ക്ലാസിക് വർക്ക് ആണ്, പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. E.M. Forster's passage to India begins with a description of the city of Chandrapur. It has an old Indian part and a new part consisting of the British civil station. Which of the following descriptions of the city is not found in the text? E.M. Forster's passage to India എങ്ങനെയാണ് begin ചെയ്യുന്നത്? സിറ്റി ഓഫ് ചന്ദ്രപൂറിന്റെ ഒരു ഡിസ്ക്രിപ്ഷനോട് കൂടിയാണ്. അതിലൊരു ഓൾഡ് ഇന്ത്യൻ പാർട്ട് ഉണ്ട്, ന്യൂ പാർട്ട് ഉണ്ട്. അതിൽ there is this British civil station. So, which of the following descriptions of city is not found in the text? ആ ടെക്സ്റ്റിൽ കാണാത്ത സിറ്റി ഡിസ്ക്രിപ്ഷൻസ് ഏതൊക്കെയാണെന്ന് പറയാം. The streets are mean, the temples in effect. നോക്കൂ, ഒരു വർക്കിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന കാര്യമാണ് സിറ്റി ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ആ ഒരു വർക്കിന്റെ ഡീപ് റീഡിംഗിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടിരിക്കും അല്ലെ. The streets are mean, temples ineffective, it's a city of gardens, it's a tropical pleasance washed by a noble river, the new civil station is not sensibly planned and not modern. എന്തൊക്കെയാണ് പറയുന്നത്? അപ്പോ ശരിയുത്തരം എന്താണ്? The new civil station എന്താണ്? Is not sensibly planned and not modern എന്നാണ് ശരി ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statements is not true of many contemporary African writers? African writersനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ശരിയല്ലാത്തത്. They convey a melancholy tone of longing for traditional religious rituals. അവർക്ക് എപ്പോഴും ഒരു ട്രഡീഷണൽ റിലീജിയസ് റിച്വൽസിന് വേണ്ടിയിട്ടുള്ള ഒരു ലോങ്ങിങ് കാണിക്കുന്ന, ഭയങ്കരമായിട്ട് അത് വേണമെന്ന് തോന്നുന്ന ഒരു സാഡ് ടോൺ ഉണ്ടാവും. They celebrate unambiguously the benefits of Western education. അവർ ഒരേ സ്വരത്തിൽ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ സെലിബ്രേറ്റ് ചെയ്യുന്നു. They bemoan the loss of values and indict aspirations of wealth. അവർ ലോസ് ഓഫ് വാല്യൂസിനെ ആലോചിച്ച് വിലപിക്കുന്നു, കൂടാണ്ട് indict aspirations of wealth. And they assess the social impact of systems and institutions of colonial rule. Exactly, നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ശരി ഉത്തരം ഏതാണ്? They celebrate unambiguously the benefits of Western education. ഇതല്ലേ അവരുമായിട്ട് അവർ സെലിബ്രേറ്റ് ചെയ്യാറുണ്ടോ? സാധാരണയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാറില്ല. അപ്പൊ ഇതാണ് ശരി ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്. In coining the term écriture féminine, ആരാണ് കോയിൻ ചെയ്തിരിക്കുന്നത്? Helen Sixtus. So she signifies a mode of textual production, not necessarily written by women. Who among the following male writers is used by her as an example? അപ്പോ മെയിൽ റൈറ്റേഴ്സിനെ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. താഴെ പറയുന്നവയിൽ ആരെയാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്? D.H. Lawrence, Joseph Conrad, ജെയിംസ് ജോയ്സ് ആൻഡ് E.M. Forster. ആരാണ്? ജെയിംസ് ജോയ്സിനെയാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. Okay, so that's you guys have to remember regarding this question concerning écriture féminine. Okay, écriture féminine എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇത് സാധാരണ ഫെമിനിസ്റ്റിക് തോട്ടിൽ നിന്ന് ഒരു സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആണ് വേർഡ്.
this Écriture feminine literally means to develop a style of writing which was basically different from male writing. Male writing ന്റെ ആ ഒരു സ്റ്റൈലിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കണം അല്ലെ. സോ അത് യഥാർത്ഥത്തിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എക്സ്ക്ലൂഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, എന്നാൽ റൊളാണ്ട് ബാർത്തസിനെ സംബന്ധിച്ചിടത്തോളം എക്രിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതും ആൻഡ് ഈവൻ ഫുക്കോയിനെ സംബന്ധിച്ചിടത്തോളം എക്രിച്ചർ എന്താണെന്നുള്ളതും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. യു ഗൈസ് ഹാവ് ടു ഫോക്കസ് ഓൺ ദാറ്റ് ആസ് വെൽ. ആൻഡ് ഡെറിഡയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ള ഇങ്ങനെ കുറച്ച് കോണ്ടാക്സുകളൊക്കെ വരുന്നുണ്ട്. സോ ഇത് അവര് കോയിൻ ചെയ്തിരിക്കുന്ന, ഹെലൻ സിക്സസ് കോയിൻ ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. അത് ഏത് വർക്കിലാണ് അവർ കോയിൻ ചെയ്തിരിക്കുന്നത്? ലോ ഓഫ് മെഡ്യൂസ, 1975 എസ് ആയിട്ടുള്ള ലോ ഓഫ് മെഡ്യൂസയിലാണ്. ഓക്കെ, ഫ്രാൻസിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ ബേസിക്കലി സൈക്കിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സെൽഫ് ആണ് നമ്മളിവിടെ ഫോർഗ്രൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ലാംഗ്വേജ് ഫോർ ദ സൈക്കിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സെൽഫ്, ഇതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഓൾറൈറ്റ്, ആൻഡ് സോ ബേസിക്കലി ഇവിടെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു ഫീമെയിൽ വോയിസ് ഗെയിൻ ചെയ്യേണ്ടതുണ്ട്, മെയിൽ വോയിസിനെ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. ആൻഡ് ദർ ഈസ് ദിസ് ലോസ് വിച്ച് വുമൻ ഹാസ് ഗോട്ട് ഓവർ ദ കോഴ്സ് ഓഫ് ഇയേഴ്സ്. സോ ഈ ഇടക്കാലത്ത് സ്ത്രീകൾക്ക് അവരുടെ ഈ ഒരു ശബ്ദം നഷ്ടമായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ വോയിസ് റീഗെയിൻ ചെയ്യണം എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു സെമിനൽ കോഴ്സ് പറയുന്ന ഒരു വർക്കാണ് എക്രിച്ചർ ഫെമിനിൻ, വിച്ച് മീൻസ് ഫെമിനിൻ റൈറ്റിംഗ് അല്ലെ, ഫെമിനിൻ വോയിസിലുള്ള ഫെമിനിൻ റൈറ്റിംഗ്. ഓക്കെ, ബിക്കോസ് യുനോ അന്ന് ഒരുപാട് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് വുമനെ പാടെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. സോ അവർ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു എസ്സേയിലൂടെ അവർ ഒരുപാട് കാര്യങ്ങൾ പറയുകയുണ്ടായി. അതായത് ഫീമെയിൽസിന് അവരുടേതായിട്ടുള്ള വോയിസ് വേണം, അങ്ങനെയെങ്കിൽ അവർക്കത് സ്വയമായിട്ട് ചാനൽ ചെയ്തുകൊണ്ട് ഒരു പുതിയൊരു ഫോം എഴുതാൻ പറ്റും. ദിസ് ന്യൂ ഫോം ഈസ് ആക്ച്വലി കോൾഡ് ആസ് ദ എക്രിച്ചർ ഫെമിനിൻ. അതാണ് അവർ പറയുന്നത്. ഓക്കെ, അടുത്തത് an extremely simplified form of a language used as a contact language among speakers of different language. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? പിഡ്ഗിൻ ലാംഗ്വേജ് ആണ്. പിഡ്ഗിൻ ലാംഗ്വേജ് എന്താണ്? ഗ്രാമാറ്റിക്കലി സിംപ്ലിഫൈഡ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ആണ്. അത് എപ്പോഴാണ് ഡെവലപ്പ് ചെയ്യുന്നത്? രണ്ടോ അതിൽ കൂടുതൽ ഗ്രൂപ്പുകൾ ഒരു സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ്. അവിടെ ഒരു കോമൺ ലാംഗ്വേജ് ഇല്ലെങ്കിൽ അവിടെ ഒരു സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കേസിനെയാണ് പിഡ്ഗിൻ എന്ന് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. സം ബേസിക് വൺസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഒരു പെർട്ടിക്കുലർ കോംപ്രിഹെൻഷൻ പാസേജിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒരു പോമാണ്. A bird came down the walk. He did not know I saw. He bit an angel worm in halves and ate the fellow raw, and then he drank a dew from a convenient grass, and then hopped sidewise to the wall to let a beetle pass. Pinne. He glanced with rapid eyes that hurried all around. They looked like frightened beasts, I thought. He stirred his bevel head like one in danger, cautious. I offered him a crumb. And he unrolled his feathers and rode him softer home than oars divide the ocean. Too silver for a seam, or butterflies off banks of noon leap flashless as they swim. ഇത് ആരുടെ വർക്കാണ് നിങ്ങൾക്ക് അറിയാവോ? ബൈ എമിലി ഡിക്കിൻസൺ. എമിലി ഡിക്കിൻസന്റെ ബേർഡ് കെയിം ഡൗൺ ദ വാക്ക് എന്ന് പറയുന്ന പോമാണ്. ഓക്കെ, സോ ഇതിലെ ഈ ഒരു വർക്കിനെ ആസ്പദമാക്കിയിട്ടാണ് ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്യട്ടെ. ഈസ് എ കൺവീനിയന്റ് ഗ്രാസ് ആൻ എക്സാമ്പിൾ ഓഫ് ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് എന്നുള്ളതാണ് ചോദ്യം. ഇതൊരു ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റിന് എക്സാമ്പിൾ ആണോ ഈസ് എ കൺവീനിയന്റ് ഗ്രാസ് എന്ന് പറയുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. യെസ് ഇറ്റ് ഈസ്. The convenience of grass is transferred from the bird to the poet who finds grass convenient of access. അടുത്തത് yes it is. The grass is not convenient but it is transferred from the bird who finds the grass convenient of access. അടുത്തത് no, it's a regular epithet. അടുത്തത് no, it's not an epithet in strict sense. ശരി ഉത്തരം എന്താണ്? അതൊരു എപ്പിത്തറ്റ് ആണോ അല്ലയോ? നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ നോക്കൂ. ആക്ച്വലി അതൊരു എപ്പിത്തറ്റ് ആണ്, പക്ഷേ the grass is not convenient. അതൊരു എപ്പിത്തറ്റ് ആണ്. The grass is not convenient but it is transferred from the bird who finds the grass convenient of access എന്നുള്ളതാണ് ശരി ഉത്തരം. Okay. Just a minute. Option B is the right one.
അടുത്തത്, which of the following is not an example of kinetic imagery? താഴെ പറഞ്ഞിരിക്കുന്നവയിൽ കൈനറ്റിക് ഇമേജറിയുടെ എക്സാമ്പിൾ അല്ലാത്തത് ഏതാണെന്ന് പറയാം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾക്ക് കൈനറ്റിക് ഇമേജറി എന്താണെന്ന് അറിയാവോ? കൈനറ്റിക് എന്ന് പറഞ്ഞ കൈനസിക്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? മൂവ് ചെയ്യുന്ന. അപ്പൊ മൂവ് ചെയ്യുന്ന ഇമേജറി എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ് ചെയ്യുന്ന ഇമേജസ് ഉള്ള ഡിസ്ക്രിപ്ഷൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. സോ കൈനറ്റിക് ഇമേജറി എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? It will be definitely moving, right? Okay. അപ്പൊ unroll his feathers, hope sidewise, velvet head rode him. ബാക്കി എല്ലാം മൂവ് ചെയ്യുന്നുണ്ട്, വെൽവെറ്റ് ഹെഡ് മാത്രം അനങ്ങുന്നില്ല. അപ്പൊ അതുകൊണ്ട് വെൽവെറ്റ് ഹെഡ് ആണ് ശരി ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ചിലതൊക്കെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The poem stages an encounter between the human and the non-human, distrust of the non-human about humans, to all friends, A and B. ഇവിടെ ആരെ കുറിച്ചാണ് പറയുന്നത്? ആരെ കുറിച്ചൊരു ഡിസ്ട്രസ്റ്റ് ആണ് പറയുന്നത്? A and B, human and non-human, distrust of non-human about humans. ഈ രണ്ട് കേസിനെ കുറിച്ചും ഇതിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. If you read the poem properly, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Just a minute, let me do this. Let me adjust my mouse pointer. Okay. Like one in danger. Who is in danger? ഇവിടെ ആരാണ് ഡേഞ്ചറിലാണെന്ന് പറയുന്നത്? Like a bird came down the walk he did not know, so he bit an angel worm in halves and ate the fellow raw, and then he drank a dew from a convenient grass and then hopped sideways to the wall to let a beetle pass. ഒരു ബേർഡിന്റെ ആ ഒരു ദിനചര്യ ഡിസ്ക്രൈബ് ചെയ്ത പോലെ ഉണ്ട്. He lands with rapid eyes that hurried all around. They looked like frightened beasts. I thought he stirred his velvet head like one in danger, cautious. ആരെ കുറിച്ച് അവിടെ പറയുന്നത്? ആരെ കുറിച്ച് അവിടെ പറയുന്നത്? The bird. ബേർഡിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. Okay, so right answer is the bird. The books you needn't read, the books made for purposes other than reading. Books read before you open them, since they belong to the category of books read before being written. ഈ എക്സ്ട്രാക്ട് ഇതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? ജോർജ് ലൂയി ബോർജസിന്റെ ലിറ്റററി ഓഫ് ബാബിലിൽ നിന്നാണോ? ഇറ്റാലോ കാൽവിനോയുടെ ഇഫ് ഓൺ എ വിന്റേഴ്സ് നൈറ്റ് ട്രാവലറിൽ നിന്നാണോ? ഉംബർട്ടോ എക്കോയുടെ ദ നെയിം ഓഫ് ദ റോസിൽ നിന്നാണോ? ഫ്രാൻസിസ് ബേക്കന്റെ ഓഫ് സ്റ്റഡീസിൽ നിന്നാണോ? ബുക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഫ്രാൻസിസ് ബേക്കന്റെ ഓഫ് സ്റ്റഡീസ് ഒക്കെ പറയാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സംഭവമേ അവിടെ ഇല്ലല്ലോ. പക്ഷെ അതുമായിട്ട് സിമിലാരിറ്റി ഇല്ലേ? ഇത് ആക്ച്വലി ഇറ്റാലോ കാൽവിനോയുടെ ഇഫ് ഓൺ എ വിന്റേഴ്സ് നൈറ്റ് എ ട്രാവലർ എന്ന് പറയുന്ന വർക്കിൽ നിന്നുമാണ്. ആ വർക്ക് ഏത് വർഷമായിരുന്നു? പബ്ലിക്കേഷൻ ഏത് വർഷമായിരുന്നു? 1979 അല്ലായിരുന്നോ? 1979 വർക്ക് ആയിരുന്നു ഇത്. ഓക്കെ, അതൊരു പോസ്റ്റ് മോഡേണിസ്റ്റിക് നെറേറ്റീവ് ആണ്, ഫ്രെയിം സ്റ്റോറി രൂപത്തിലാണ് വരുന്നത്. ആൻഡ് ഇവിടെ ഒരു റീഡർ ഇഫ് ഓൺ എ വിന്റേഴ്സ് നൈറ്റ് എ ട്രാവലർ എന്ന് പറയുന്ന പുസ്തകം വായിക്കാൻ ശ്രമിക്കുന്ന ഒരു കഥയാണ്. അതുകൊണ്ടാണ് ഒരു ഫ്രെയിം സ്റ്റോറി വിത്തിൻ എ സ്റ്റോറി എന്ന് പറയുന്നത്. ഓക്കെ, സോ അത്തരത്തിലൊരു വർക്കാണ്. ട്രാൻസ്ലേഷൻസും അഡാപ്റ്റേഷൻസും ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ആൻഡ് അതൊരു അവാൻഗാർഡി നോവലും കൂടെയാണ്. ആൻഡ് ഇവിടെ ഇദ്ദേഹം ഇവിടെ ഇതിലൊരു ക്യാരക്ടർ എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന്റെ ഒരു വളരെ ചുരുങ്ങിയ പെൻഷൻ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം പ്രണയിക്കുന്ന ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് ഒരു സമ്മാനം വാങ്ങാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ this person is dead by suicide before he finished the work. So അങ്ങനെ ഒരുപാട് പുസ്തകം വായിച്ചു കഴിഞ്ഞതിന് ശേഷം none of which have a real ending, the reader goes to the publisher, Mr. Cavatan. അതായത് അദ്ദേഹം വായിച്ച് അവസാനം അദ്ദേഹത്തിന് ഒരു റിയൽ എൻഡിങ് കിട്ടാത്തതുകൊണ്ട് ഈ റീഡർ എന്ത് ചെയ്യുന്നു? ആ ഒരു പബ്ലിഷറിന്റെ അടുത്തേക്ക് പോകുന്ന തരത്തിലാണ് ഇതിന്റെ ഒരു കഥ അവസാനിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് എ പോസ്റ്റ് മോഡേണിസ്റ്റിക് നെറേറ്റീവ് എന്ന് പറഞ്ഞു. സോ ഇറ്റാലോ കാൽവിനോയുടെ ഇഫ് ഓൺ എ വിന്റേഴ്സ് നൈറ്റ് എ ട്രാവലർ ആണ് ശരി ഉത്തരം. So that's all about our complete list of questions, and we did that, guys. We completed this 100 questions, and congrats, you did that. Good job and well done. എന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ഐഡിയാസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ചെറിയൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ചെറിയ എവിടേക്കോ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു, and it's all right. After all, this is not the exam. അത് വരാൻ പോകുന്നുണ്ട്. ഒരുപാട് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. ഒരുപാട് ചിലപ്പോൾ നിങ്ങൾ കോംപ്ലിക്കേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് ബെസ്റ്റിനും വേഴ്സിനും പ്രിപ്പയർ ആയിട്ട് നമ്മൾ പോവുക. ആൻഡ് always be positive about the outcome. Okay, that's all about our today's session. Thank you so much for listening. Have a great day, everyone.